തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ ജനിച്ച് തമിഴ് സിനിമയിൽ വിസ്മയമായ നടിയാണ് നിഷാനൂർ. നിഷാനൂർ ആദ്യമായി അഭിനയിക്കുന്നത് മംഗല്യ നായികി എന്ന ചിത്രത്തിൽ. പടം സൂപ്പർ ഹിറ്റ്. പിന്നീട് ഇളമൈ കൊല്ലും എന്ന ചിത്രത്തിലൂടെ നിഷ തന്റെ ശരീര സൗന്ദര്യം കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ടിക് 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 എന്ന കമൽഹാസൻ ചിത്രമാണ് നിഷയ്ക്ക് ബ്രേക്കായി മാറിയത്. കമൽഹാസനോടൊപ്പം അഭിനയിക്കുക എന്ന സ്വപ്നതുല്യമായ പദവി സ്വന്തമാക്കി ഈ ചിത്രത്തിൽ സ്വപ്നയും മാധവിയും പ്രധാന വേഷത്തിൽ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് സൂട്ട് അണിഞ്ഞ് സ്വപ്നയും മാധവിയും നിഷാനൂറും അഭിനയിച്ച ചിത്രം, രതിരംഗങ്ങൾ കൊണ്ട് സമർത്ഥമായ ചിത്രം. പടം കമലിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറി. മധുരദുരൈ മല്ലിയാണ് നിഷാനൂറിന്റെ അടുത്ത ചിത്രം. അതോടുകൂടി നിഷാനൂർ തന്റെ ട്രാക്ക് മാറ്റുന്നതാണ് കണ്ടത്. ഒരു സൂപ്പർ നായികയായി വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും നിഷാനൂർ ബി ഗ്രേഡ് ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. തമിഴ്നാട്ടിലെ ബി ഗ്രേഡ് ചിത്രങ്ങളിൽ, ഇളമൈ, ഇതോ ഇതോ തുടങ്ങിയ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ ബി ഗ്രേഡ് ചിത്രങ്ങളായിരുന്നു. ആ ചിത്രങ്ങളിൽ അഭിനയിച്ച നിഷാനൂറിന് പിന്നീട് പ്രധാന താരങ്ങളുടെ, സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയം. മലയാളത്തിൽ നിഷാനൂർ എത്തുന്നത് അയ്യർ ദി ഗ്രേറ്റ് എന്ന ചിത്രത്തിലൂടെയാണ്. അയ്യർ ദി ഗ്രേറ്റ് മലയാറ്റൂർ രാമകൃഷ്ണൻ കഥയും തിരക്കഥയും എഴുതി ഭദ്രൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ്. അതിനുശേഷം ദേവാസുരത്തിൽ ചെറിയ വേഷത്തിൽ അവർ അഭിനയിച്ചു. മിമിക്സ് ആക്ഷൻ 500-ൽ അഭിനയിച്ചു. മിമിക്സ് പരേഡിൽ അഭിനയിച്ചു. ആ ചിത്രങ്ങളൊന്നും നിഷാനൂറിന് ബ്രേക്ക് നൽകിയില്ല. പിന്നീട് ചുവപ്പ് നാടയിൽ പൂർണ്ണ നഗ്നയായി അഭിനയിച്ചുകൊണ്ട് നടി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ചുവപ്പ് നാട വമ്പൻ ഹിറ്റായി മാറി. ആദ്യ പാപത്തിലൂടെ അഭിലാഷ തരംഗം മലയാളത്തിൽ കത്തിനിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ചുവപ്പ് നാടയുടെ വിജയം രതിചിത്രങ്ങളിലേക്ക് നിഷാനൂറിനെ എത്തിച്ചു. എൻക്വയറി അടക്കമുള്ള കുറെ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലൊക്കെ അർദ്ധനഗ്നയായും പൂർണ്ണനഗ്നയായും നിഷാനൂർ അഭിനയിച്ചു. ക്രമേണ അവരുടെ നീല ചിത്രങ്ങളും വ്യാപകമായി ഇറങ്ങി. അവരുടെ ബ്ലൂ ഫിലിം കാസറ്റുകൾ അക്കാലത്ത് വിറ്റഴിഞ്ഞു. പിന്നീട് നിഷാനൂറിനെ പറ്റി നമ്മൾ കേൾക്കുന്നത് ചെന്നൈയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, നഗര വീഥികളിൽ അവർ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്നു എന്നാണ്. ആദ്യമൊക്കെ സമ്പന്നർ അവരെ തേടി വരുമായിരുന്നു. പിന്നീട് ലോറി ഡ്രൈവർമാർ അടക്കമുള്ള സാധാരണക്കാർ, ചെന്നൈയിലെ പോക്കറ്റടിക്കാർ, അവർക്കൊക്കെ കിടക്കയായി മാറി നിഷാനൂർ എന്ന കമൽഹാസന്റെ സൂപ്പർ നായിക, കമൽഹാസന്റെ ചിത്രത്തിൽ അഭിനയിച്ച സൂപ്പർ നായിക. പിന്നീട് തെരുവിൽ അലയുന്ന അവരെ നമ്മൾ കണ്ടു. എയ്ഡ്സ് രോഗിയായി തമിഴ് പത്രങ്ങൾ അത് വാർത്തയാക്കി മാറ്റി. എയ്ഡ്സ് രോഗിയായി അവർ തെരുവിൽ അലഞ്ഞു. തെരുവിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചു. സിനിമയിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം അവർ അവരുടെ വീട്ടുകാർക്ക് നൽകിയിരുന്നു. പിന്നീട് വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ടപ്പോൾ, പോലീസ് പിടിക്കപ്പെട്ടപ്പോൾ വീട്ടുകാർ അവരെ ആട്ടിയിറക്കി. അതിനുശേഷമാണ് അവർ തെരുവിൽ താമസം ആരംഭിച്ചത്. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. വേശ്യാവൃത്തിയിലൂടെ കിട്ടുന്ന പണം മാത്രമായിരുന്നു അവർക്ക് ജീവിക്കാനുള്ള ഉപാധി. എന്തായാലും തമിഴ്നാട്ടിലെ തെരുവുകളിൽ അലഞ്ഞലഞ്ഞ് നടന്ന അവർ 2007 ഏപ്രിൽ 23 മരണമടഞ്ഞു. തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ കിടന്നു. വല്ലാത്തൊരു മരണം, വല്ലാത്തൊരു ജീവിതം. നിഷാനൂർ സിൽക്ക് സ്മിതയെ പോലെ വലിയ വലിയ ഉയരങ്ങളിലൊന്നും എത്തിയില്ലെങ്കിലും സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനൊപ്പവും കമൽഹാസനോടൊപ്പവും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല നടിയാകാനുള്ള സാധ്യതകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ വിധി അവരെ കൊണ്ടെത്തിച്ചത് ബ്ലൂ ഫിലിമിൽ.